എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. HSA മാത്സ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കൂടുതൽ ക്ലാസ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയുള്ളൂ. ഫസ്റ്റ് പറയണത് ഗണങ്ങളാണ്. എന്താണ് ഗണം? അതായത് ഒരു കൂട്ടം എന്നുള്ള അർത്ഥമാണ് ഗണം എന്നുള്ളതിന്. അപ്പൊ ഒരു കൂട്ടം മാത്രമാണോ ഗണം? ആ ഗണത്തിനെ എങ്ങനെയാണ് വ്യക്തമായി നിർവചിക്കപ്പെട്ട കൂട്ടം മാത്രമാണ് ഗണമായിട്ട് നമ്മൾ കണക്കാക്കുന്നത്. വ്യക്തമായി നിർവചിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഗണത്തിലെ ഒരു അംഗം, അതായത് ഗണത്തിലെ ഓരോ നമ്പേഴ്സിനെയും നമ്മൾ എന്ത് പറയും? അതിലെ അംഗം എന്ന് പറയും, അല്ലെ? ഓരോ നമ്പേഴ്സ് മാത്രമല്ല, ഏതെങ്കിലും ഒരു കൂട്ടം പറയുമ്പോൾ നമ്മൾ അതിലെ ഓരോ എലിമെന്റിനെയും അംഗം എന്ന് പറയും, അല്ലെ? അംഗം എന്ന് പറയും ഓരോന്നിനെയും. അപ്പൊ അങ്ങനെയുള്ള ആ അംഗങ്ങളിലെ വ്യക്തമായി നിർവചിക്കപ്പെട്ട ഒരു അംഗം ആ ഗണത്തിലുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് വ്യക്തമായി പറയാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ഗണമാകുകയുള്ളൂ. അപ്പൊ ഗണമാവണ വെച്ചെങ്കിൽ പ്രത്യേകത എന്താണ്? അത് വ്യക്തമായി നിർവചിക്കപ്പെടണം. അപ്പം ഇപ്പം വ്യക്തമായി നിർവചിക്കപ്പെട്ടിട്ടുള്ള ഒരു കൂട്ടം സംഖ്യകളെയോ ചിഹ്നങ്ങളെയോ വസ്തുക്കളെയോ ഒരു ഗണം എന്ന് പറയാം. അതായത് ആ ഗണത്തിൽ ഉണ്ടോ എന്ന്, ഒരു എലിമെന്റ് നമ്മൾ എടുത്തുണ്ട് വെച്ചാൽ ആ ഗണത്തിൽ ഉണ്ടോ ഇല്ലേ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. എങ്കിൽ മാത്രമേ അതൊരു ഗണമാവുള്ളൂ. ഇനി ഈ ഗണത്തിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക രണ്ട് തരത്തിലാണ്. അതായത് ഒന്ന് എന്താണ്? പട്ടിക രീതി, അല്ലെങ്കിൽ റോസ്റ്റർ ഫോം, അല്ലെങ്കിൽ ടാബുലർ ഫോം എന്നാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക. അതായത് പട്ടിക രീതി. ഇനി രണ്ടാമത്തേത് എന്താണ്? നിബന്ധന രീതി. അതായത് ഒരു നിബന്ധന വെച്ചിട്ട്, ഒരു അതിന്റെ ഒരു സവിശേഷത വെച്ചിട്ട് നമ്മൾ ഒരു ഒരു ഗണം എഴുതുകയാണ് വെച്ചെങ്കിൽ അതിനെയാണ് നിബന്ധന രീതി എന്ന് പറയുന്നത്. അപ്പൊ രണ്ട് തരത്തില് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഏത് തരത്തിലാണ്? പട്ടിക രീതിയിലും നിബന്ധന രീതിയിലും. പട്ടിക രീതി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോ ഞാന് എഴുതണത് എണ്ണൽ സംഖ്യകളുടെ 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗണം എന്ന് പറഞ്ഞു. അപ്പൊ 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാന്ന് നമുക്ക് എഴുതാൻ പറ്റും, അല്ലെ? 1 2 3 4 5 6 7 8 9, അല്ലെ? 10ൽ താഴെ എന്ന് പറഞ്ഞാൽ 10 വരില്ല, അല്ലെ? 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ വരുള്ളൂ. അപ്പൊ ഇതില് 10 11 ഇതിലെ ഒരു അംഗമാണോ എന്ന് ചോദിച്ചാൽ അംഗമല്ല. അപ്പൊ ഇതിലെ ഓരോ എലിമെന്റിനെയും നമുക്ക് എങ്ങനെ പറയാം? ഒന്ന് അംഗമാണ് എന്നുള്ളതിന് ഇങ്ങനെയാണ് എഴുതുക. ഒന്ന് അംഗമാണ് ഈ സെറ്റില്. അപ്പൊ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് എഴുതുക? A ഈക്വൽ ടു അല്ലെങ്കിൽ B ഈക്വൽ ടു, അങ്ങനെ ഇംഗ്ലീഷ് ലെറ്റർ ആണ്, നമ്മൾ ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ആണ് നമ്മൾ സെറ്റിനെ റെപ്രസെന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ ഏതെങ്കിലും ഒരു ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ ഉപയോഗിച്ചാൽ മതി. A തന്നെ വേണമെന്നില്ല, BO CO DO ഏതെങ്കിലും ആവാം, പക്ഷേ ക്യാപിറ്റൽ ലെറ്റർ വേണം. അങ്ങനെ ആവുമ്പോഴാണ് സെറ്റ് എന്ന് പറയാ. അപ്പൊ പട്ടിക രീതിയിൽ എഴുതുമ്പോൾ ഇതാണ് പട്ടിക രീതി. അതായത് നമ്മൾ എന്താ ചെയ്യണത്? ഒരു ഇംഗ്ലീഷ് ക്യാപിറ്റൽ ലെറ്റർ എഴുതിയിട്ട് ഈക്വൽ ടു അതിന്റെ ഏതൊക്കെയാണോ അത് ബ്രേസസിലെ, അതായത് ഈ ബ്രാക്കറ്റിലാണ് നമ്മൾ എഴുതുന്നത്. അതിനെ വേർതിരിക്കുന്നത് കോമയാണ്. പിന്നെ ഒരു അംഗത്തിന് ഒരു പ്രാവശ്യം മാത്രമേ എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇപ്പൊ ഒന്ന് എന്നുള്ളത് 2 പ്രാവശ്യം വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ ഒരു പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. ഓരോ അംഗങ്ങളും ഓരോ പ്രാവശ്യം മാത്രം എഴുതിയാൽ മതി. അങ്ങനെയാണ് പട്ടിക രീതി. ഇനി നിബന്ധന രീതി എങ്ങനെയാണ്? നിബന്ധന രീതി എന്ന് പറഞ്ഞിട്ട് വെച്ചിങ്ങനെ A ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു എന്താണ്? ഇപ്പൊ ഏതാ പറഞ്ഞത്? 10ൽ താഴെയുള്ള എന്ത് സംഖ്യകളാണ്? നാച്ചുറൽ നമ്പേഴ്സ്, അല്ലെ? എക്സ് ബിലോങ്സ് ടു എൻ. എന്നിനുള്ള പ്രത്യേകത എന്താണ്? ഒന്ന് കൂട്ടണം, അല്ലെ? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ 10 എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെയാണ് നിബന്ധന രീതി എഴുതേണ്ടത്. അപ്പൊ നിബന്ധന രീതി എഴുതുമ്പോൾ ഇതിന്റെ പ്രത്യേകത, അതായത് എക്സ് നാച്ചുറൽ നമ്പേഴ്സിൽ ഒരു അംഗമാണ്.
എങ്ങനെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൽ അംഗമാവണം? 1നും 10നും ഇടയ്ക്കുള്ളത്. 1 കൂട്ടണം, 10 ഇല്ലാന്ന് വെക്കണം. അപ്പൊ 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗണം. അതായത് അങ്ങനെ എഴുതാം. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു 10ൽ താഴെയുള്ള എണ്ണൽ സംഖ്യകളുടെ ഗണം എന്ന് എഴുതാം. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്തെഴുതണത്? സെറ്റ് എഴുതണത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇംഗ്ലീഷ് അക്ഷരമാലയിൽ വലിയ അക്ഷരങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നതെന്ന്. പിന്നെ ഓരോ അംഗങ്ങളെയും അംഗം എന്നാണ് പറയുന്നത്. ഒരു സംഖ്യ അല്ലെങ്കിൽ ചിഹ്നം അല്ലെങ്കിൽ വസ്തു ഒരു ഗണത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഗണത്തിലെ അംഗം എന്ന് പറയുന്നു. അത് ഇല്ല എങ്കിൽ ഗണത്തിലെ അംഗമല്ല. അതിന് എങ്ങനെ എഴുതുക? നോട്ട് ബിലോങ്സ് ടു, അതായത് ബിലോങ്സ് ടു എന്നുള്ളതിന് ഇങ്ങനെയും നോട്ട് ബിലോങ്സ് ടു എന്നുള്ളതിന് ഇങ്ങനെ ഒരു വെട്ടുമിടുക. അങ്ങനെയാണ്. അപ്പൊ ഇനി എന്താണ്? ഇനി നമ്മൾ പറയുമ്പോ ശൂന്യഗണവും ഏകാംഗ ഗണവും. എന്താണ് ശൂന്യഗണം എന്ന് പറഞ്ഞാൽ? അതായത് ഈ സെറ്റില് ഒരംഗം പോലും ഇല്ല എങ്കിൽ അതിനെ ശൂന്യഗണം എന്ന് പറയും. അതിനെ റെപ്രസെന്റ് ചെയ്യണത് 2 ബ്രേസസ് വെറുതെ ഇടുക, അല്ലെങ്കിൽ എന്താ എഴുതുക? 5 എന്ന് എഴുതുക. അങ്ങനെയാവുമ്പോഴും അത് ശൂന്യഗണമാണ്. അപ്പൊ നിങ്ങൾക്കൊരു സംശയം തോന്നാം, സെറ്റ് 5 എന്നുള്ളത് ശൂന്യഗണമാണോ? അല്ല. കാരണം ഈ സെറ്റിലെ അംഗമാണ് 5 എന്നുള്ളത്. അപ്പൊ 5 ബിലോങ്സ് ടു സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 5 എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ 5 ബിലോങ്സ് ടു സെറ്റ് എ അല്ലെ? അപ്പൊ ഇത് ശൂന്യഗണമാണോ? അല്ല. ഇതിൽ ഒരു അംഗം മാത്രം ഉണ്ട്. അപ്പൊ അതിനെ എന്താ പറയാ? ഏകാംഗ ഗണം, അതായത് സിംഗിൾട്ടൺ സെറ്റ്. അതായത് ഒരു അംഗത്തില് ഒരേ ഒരു അംഗം മാത്രമേ, ഒരു ഗണത്തില് ഒരേ ഒരു അംഗം മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനെ എന്ത് പറയും? ഏകാംഗ ഗണം എന്ന് പറയും. ഒരു അംഗവും ഇല്ല എങ്കിൽ അതിനെ ശൂന്യഗണം എന്ന് പറയും. അപ്പൊ ഇതെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കണു. ഇനി നമ്മള് ക്വസ്റ്റ്യൻസ് നോക്കുമ്പോ കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും. ഇനി നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ അത്യാവശ്യമുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. n എന്ന് പറയുന്നത് എണ്ണൽ സംഖ്യകളുടെ ഗണമാണ്. എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1, 2, 3 അങ്ങനെ എക്സെട്ര അല്ലെ? അതാണ് എണ്ണൽ സംഖ്യകൾ. രേഖീയ സംഖ്യകൾ ഏതാണ്? രേഖീയ സംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റിയൽ നമ്പേഴ്സ് ആണ്. റിയൽ നമ്പേഴ്സ്, അതായത് റാഷണലും ഇറാഷണലും കൂടിയാലാണ് റിയൽ നമ്പേഴ്സ്. മനസ്സിലായോ? അപ്പൊ റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? റാഷണൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭിന്നകങ്ങളാണ്. അതായത് ഭിന്നകങ്ങളുടെ ഗണമാണ് റാഷണൽ നമ്പേഴ്സ്. ഇനി പൂർണ്ണസംഖ്യകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻറ്റീജേഴ്സ്. എല്ലാവരും മലയാളത്തിലാവില്ല, ഇംഗ്ലീഷിലാവും പഠിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് ഈ വാക്കുകളെല്ലാം നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുന്നത്. സെഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ പൂർണ്ണ അതിസംഖ്യകളുടെ ഗണം, അതായത് പൂർണ്ണ അതിസംഖ്യകളുടെ ഗണം, അതായത് പോസിറ്റീവ് ആയിട്ടുള്ള അതിസംഖ്യകളുടെ ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് 0, 1, 2 അങ്ങനെയുള്ളത് അല്ല, 1, 2, 3 അങ്ങനെയുള്ളത്. ഇനി സെഡ് മൈനസ് ആണെച്ചെങ്കിലോ -1, -2 അങ്ങനെയുള്ളത്. ഇനി ഭിന്നക അതിസംഖ്യകളുടെ ഗണം എന്ന് പറഞ്ഞാലോ? ഭിന്നക അതിസംഖ്യകൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് റാഷണൽ നമ്പേഴ്സ് അല്ലെ? ഭിന്നക അതിസംഖ്യകള് പോസിറ്റീവ് റാഷണൽസ്, അതായത് 1/2, 1/3 അങ്ങനെ എഴുതാൻ പറ്റണത്. ഇനി നെഗറ്റീവ് ആണെച്ചെങ്കിലോ Q മൈനസ് ആണെച്ചെങ്കിലോ -1/2, -1/3 അങ്ങനെയുള്ളത്. ഇനി രേഖീയ അതിസംഖ്യകളുടെ ഗണം എന്ന് പറഞ്ഞാൽ എന്താണ്? രേഖീയ അതിസംഖ്യകൾ എന്ന് പറഞ്ഞാൽ രേഖീയ സംഖ്യകള് റാഷണലും ഇറാഷണലും ഉണ്ട് എന്ന് പറഞ്ഞു. അതിന്റെ പോസിറ്റീവ് പാർട്ട്, അതാണ് രേഖീയ അതിസംഖ്യകളുടെ ഗണം. ഇനി നമുക്ക് ഉദാഹരണങ്ങൾ നോക്കാം. അതായത് x² + x - 2 = 0 എന്ന സമവാക്യത്തിന്റെ പരിഹാര ഗണം പട്ടികാരീതിയിൽ എഴുതുക. അതായത് x² + x - 2 = 0. അപ്പൊ എക്സിന് എന്തൊക്കെ വരാം? അതായത് കൂട്ടിയാൽ +1 വരണം, ഗുണിച്ചാൽ എന്ത് വരണം? -2 വരണം. അങ്ങനെയുള്ളത് എന്താണ്? x - 1ഉം x + 2ഉം
അങ്ങനെ ആവുമ്പോഴല്ലേ -1ഉം +2ഉം ആവുമ്പോഴാണ് +1 സമ്മ് വരും, -2 എന്ത് വരും, പ്രൊഡക്റ്റ് വരും അല്ലേ. അപ്പൊ x-1 ഇൻറ്റു x+2 = 0. അപ്പൊ എക്സിന് എന്തൊക്കെ വാല്യൂ വരും, 1 വരും. x = ഇവിടുന്ന് ഇക്വേറ്റ് ചെയ്താൽ എന്ത് വരും, x = -2 എന്ന് വരും. അപ്പൊ ഏതൊക്കെയാണ്, അപ്പൊ പട്ടിക രീതിയിൽ എഴുതുമ്പോൾ നമ്മൾ -2 1 എന്ന് എഴുതാം. ഇനി അടുത്തത് നോക്കൂ, ഒരു x = സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x ഒരു പൂർണ്ണ അതിസംഖ്യ x² < 40 എന്ന് പറഞ്ഞാൽ എന്താണ്, പൂർണ്ണ അതിസംഖ്യ എന്ന് പറഞ്ഞാൽ എന്താണ്, വർഗം. വർഗം 40-ന് താഴെയായിട്ടുള്ള സംഖ്യകളുടെ ഗണം x. അപ്പം എന്തെഴുതാം, 1² 1 ആണ്, 2² 4 ആണ്. അപ്പൊ 2 എന്ന് എഴുതണം. അതായത് എക്സിന് 2 എന്ന വാല്യൂ കൊടുക്കുമ്പോ 4 വരും. 4 40-നേക്കാട്ടും കുറവല്ലേ, അതെ. അപ്പൊ ഇതിലെ അംഗമാണ് 3 വരുമ്പോ 9 40-നേക്കാട്ടും കുറവാണ്, അതും എഴുതാം. 4 എഴുതാം. പിന്നെ എന്താണ്, 5 ആവുമ്പോ 25 40-നേക്കാട്ടും കുറവാണ്. 6 എന്ന് പറഞ്ഞാൽ 6² 40-നേക്കാട്ടും കുറവാണ്, അപ്പൊ അതും എഴുതാം. 7 എന്ന് പറഞ്ഞാൽ 7² 49 ആണ്, അത് പറ്റില്ല, കാരണം 40-നേക്കാൾ ചെറുതായത് വേണം. അപ്പൊ ഇവിടെ ക്ലോസ് ചെയ്യാം. അപ്പൊ എന്തൊക്കെയാണ് അതിന്റെ ആൻസർ ഗണത്തിൽ വരുന്നത്, 1 2 3 4 5 6 എന്നിവയാണ് ആ ഗണത്തിന്റെ ഉള്ളിൽ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. A = സെറ്റ് ഓഫ് ഓൾ 1 4 9 16 25 എന്ന ഗണത്തെ നിബന്ധനാ രീതിയിൽ എഴുതുക. നിബന്ധനാ രീതി എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x = xന്റെ പിന്നെ എന്താണെന്ന് വെച്ചാ, അപ്പൊ x ഒരു എണ്ണൽ സംഖ്യകളുടെ വർഗം എന്ന് പറയാൻ പറ്റും അല്ലെ. x എണ്ണൽ സംഖ്യകളുടെ വർഗം, അതായത് ഇത് ക്ലോസ് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് എന്ത് പറയാം, ഇത് അനന്തമായി പോവണതാണ്. അപ്പൊ അതിനെ അനന്തഗണം എന്ന് പറയാം. അല്ല, സെറ്റിന്റെ ഉള്ളിൽ എത്ര എണ്ണാണെന്ന് നമുക്ക് പറയാൻ സാധിക്കുമെങ്കിൽ അതിനെ പരിമിത ഗണം എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള ഒരു സെറ്റ് വന്നിട്ട് വെച്ചെങ്കിൽ എന്താണ്, വർഗങ്ങളുടെ എണ്ണൽ സംഖ്യകളുടെ വർഗം. സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x ഒരു എണ്ണൽ സംഖ്യകളുടെ വർഗം. A = സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x = n², n belongs to n. അതായത് ഇത് n-ന്റെ ഇത് എങ്ങനെയാണ്, ഇങ്ങനെ എഴുതിയാലും ശരിയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതിയാലും ശരിയാണ്. x = n², അതായത് A = സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x = n², n belongs to ഏതിലാണ്, ക്യാപിറ്റൽ N, നാച്ചുറൽ നമ്പേഴ്സിൽ അല്ലെ. നാച്ചുറൽ നമ്പേഴ്സിലെ അംഗമാണ് n, അതിന്റെ സ്ക്വയർ ആണ് x എന്ന് പറയുന്നത്. അങ്ങനെയുള്ളത് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, 1 എഴുതാം. പിന്നെ എന്താണ് എഴുതുക, 2² 4 എഴുതാം. പിന്നെ 3² 9 എഴുതാം. പിന്നെ എന്താണ് 4² 16 എഴുതാം അല്ലെ. അങ്ങനെ നീണ്ടുപോവും. അത് നാച്ചുറൽ നമ്പേഴ്സ് ഏതൊക്കെ ഉണ്ടോ അതിന്റെയൊക്കെ സ്ക്വയർ, എണ്ണൽ സംഖ്യകളുടെ വർഗം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 1/2 2/3 3/4 4/5 5/6 6/7. ഇവിടെ എന്താ നോക്കൂ, n ആണ് ഈ സംഖ്യ എങ്കിൽ, n 1 ആണ് വെച്ചെങ്കിൽ അടിയിലുള്ളത് എന്താണ്, n+1 ആണ് അല്ലെ. ഇനി n-ന് എന്താണ് നിബന്ധന, 6 വരെ വരാൻ പാടുള്ളൂ അല്ലെ. ഏതു തൊട്ട്, 1 തൊട്ട്. അപ്പൊ എന്ത് പറയാം, 1 < n < 6. 6ഉം കൂടി കൂടണം, അതിനാണ് ഈക്വൽ ടൂം കൂടി ചേർക്കണത്. ഈ 1ഉം ചേർക്കണം 6ഉം ചേർക്കണം. അപ്പൊ ഇതിന്റെ ഉള്ളിലുള്ള അംഗങ്ങൾ എന്ത് വരും, 1 വരും, 2 വരും, 3 വരും, 4 വരും, 5 വരും, 6 വരും അല്ലെ, n-നുള്ള നമ്പേഴ്സ്. ഇനി x സെറ്റ് ഓഫ് ഓൾ x സച്ച് ദാറ്റ് x = n/n+1. ഇനി n-ന്റെ പിന്നെ പ്രത്യേകതകൾ എന്താണ്, n belongs to ക്യാപിറ്റൽ N. പിന്നെ എന്താണ്, 1 < n < 6 എന്ന് എഴുതണം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണു. അതായത് നിബന്ധന രീതിയിൽ എഴുതുമ്പോൾ നമ്മൾ ഒരു പ്രത്യേക കാര്യം, നമ്മൾ ഈ ഗണത്തിന്റെ ഉള്ളിൽ പെടണ
അംഗങ്ങൾക്ക് ഒരു പ്രത്യേകത പറയണം. അപ്പൊ മാത്രമാണ് ആ ഗണം നമുക്ക് എഴുതാൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. പട്ടികാരീതിയിലും നിബന്ധനാ രീതിയിലുമായി ചുവടെ ചേർത്തിരിക്കുന്ന ഗണങ്ങളിലെ ചേരുംപടി ചേർക്കുക. നോക്കൂ, PRINCAL എന്നുള്ളത് എന്തിലെ അംഗങ്ങളാണ്? പ്രിൻസിപ്പൽ എന്ന വാക്കിലെ ഒരു അക്ഷരമാണ് എക്സ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് പ്രിൻസിപ്പൽ. അപ്പൊ 1നെ DU ആയിട്ടാണ് നമ്മൾ ചേരുംപടി ചേർക്കുക. ഇനി സെറ്റ് ഓഫ് ഓൾ 0 എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കൂ, x+1 = 1 ആണ് വെച്ചെങ്കിൽ എക്സിന് എന്ത് എഴുതാം? 1 - 1 = 0 എന്ന് എഴുതാം. അപ്പൊ എക്സ് സെറ്റിന്റെ ഉള്ളിൽ എന്ത് വരും? സെറ്റ് 0 എന്ന് വരും. അപ്പൊ ഏതാണ് യോജിക്കുന്നത്? സി ആണ്. 2CU ആയിട്ടാണ് യോജിക്കുന്നത്. ഇനി മറ്റേത് എന്താണ്? സെറ്റ് ഓഫ് ഓൾ 1 2 3 6 9 18 അങ്ങനെയാവുമ്പോ എന്താണ്? അതായത് 18ന്റെ ഒരു ഘടകങ്ങളാണ് അല്ലെ, 1 2 3 6 9 18 എന്നിവ. അപ്പൊ 3നെ എന്തുമായിട്ട് ചേർക്കാം? എയുമായിട്ട് ചേർക്കാം. ഇനി അടുത്തത് നോക്കൂ, എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണസംഖ്യ, x² - 9 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ x²നെ എന്ത് പറയാം? അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ 9 ആവും. x = +or - 3 ആവും. അപ്പൊ ഗണത്തിന്റെ ഉള്ളിൽ എന്തൊക്കെ വേണം? +3 വേണം, -3യും വേണം. അപ്പൊ ഏതാണ്? ഈ BU ആയിട്ടാണ് യോജിക്കുന്നത്. അപ്പൊ മനസ്സിലായെന്ന് വിചാരിക്കണു. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് അതിന്റെ എക്സസൈസ് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഏതെല്ലാമാണ് ഗണങ്ങൾ സമർത്ഥിക്കുക? എങ്ങനെയാണ് ഗണങ്ങളാണ് അല്ല എന്ന് പറയുന്നത്? അതായത് ഇപ്പോ ആദ്യത്തെ ഒരു വർഷത്തിലെ J എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മാസങ്ങളുടെ കൂട്ടം നമുക്ക് എഴുതാൻ പറ്റും അല്ലെ? J എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന മാസങ്ങളുടെ കൂട്ടത്തിന് എന്തൊക്കെ വരും? ജനുവരി വരും, പിന്നെന്ത് വരും? ജൂൺ വരും, ജൂലൈ വരും അല്ലെ? അപ്പൊ നമുക്ക് ഇത് ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അപ്പൊ അത് ഗണമാണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് പറയാ? അത് ഗണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇന്ത്യയിലെ ഏറ്റവും ശ്രേഷ്ഠരായ 10 എഴുത്തുകാരുടെ കൂട്ടം, ഇത് പറഞ്ഞ അത് ഗണമായി വരുമോ? കാരണം ഒരാൾക്ക് തോന്നണത് ഒരാള് ശ്രേഷ്ഠനാണെന്ന് തോന്നിയ മറ്റേ ആൾക്ക് അവര് ശ്രേഷ്ഠനാണെന്ന് തോന്നാൻ സാധ്യതയില്ല അല്ലെ? അപ്പോ എല്ലാവർക്കും കോമൺ ആയിട്ട് പറയാൻ പറ്റില്ല ശ്രേഷ്ഠനാണോ ശ്രേഷ്ഠരല്ലേ എന്നുള്ളത്. അപ്പൊ അതിനെ ഒരു ഗണമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുമോ? ഇല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും കേമന്മാരായ 11 ക്രിക്കറ്റ് ബാറ്റ്സ്മാൻമാരുടെ ടീം, അത് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം ക്രിക്കറ്റ് ബാറ്റ്സ്മാൻ കേമന്മാരാണെന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഓരോന്നാണ് അല്ലെ? അപ്പൊ എല്ലാവർക്കും ഒരേപോലെ പറയാൻ സാധിക്കില്ല. അപ്പൊ അത് ഗണമല്ല. അതായത് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കണം ഈ ഒരാള് അതിലുണ്ടോ ഇല്ലേ എന്നുള്ളത്. അത് വ്യക്തിപരമായി നമുക്ക് ഇപ്പോ എനിക്ക് കേമനാണെന്ന് തോന്നുന്നത് നിങ്ങൾക്ക് കേമനാണെന്ന് തോന്നിയെന്ന് വരില്ല അല്ലെ? അപ്പൊ അങ്ങനെ ആവുമ്പോ നമുക്ക് ഗണമാണ് എന്ന് പറയാൻ സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ ആൺകുട്ടികളുടെ കൂട്ടം, നിങ്ങളുടെ ക്ലാസ്സിലെ മുഴുവൻ ആൺകുട്ടികളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഏതൊക്കെ ആൺകുട്ടികൾ ഉണ്ട് നമ്മുടെ ക്ലാസ്സിൽ എന്നുള്ളത് അല്ലെ? അപ്പൊ അതിനെ ഒരു ഗണമായിട്ട് എഴുതാൻ പറ്റുമോ? അത് പറ്റും. അപ്പൊ അത് ഒരു ഗണമാണ്. 100ൽ കുറവായ എണ്ണൽ സംഖ്യകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ നമുക്ക് ആരൊക്കെ എഴുതിയാലും ഒരേപോലെയാണ് ആൻസർ വരിക അല്ലെ? 100ൽ കുറവായ എണ്ണൽ സംഖ്യകളുടെ കൂട്ടം എന്ന് പറഞ്ഞാൽ 1 മുതൽ 100 വരെ, 100ന് താഴെ, അതായത് 99 വരെയുള്ള സംഖ്യകളാണ് അതിലുണ്ടാവുക. അപ്പൊ ആരെഴുതിയാലും, ഞാൻ എഴുതിയാലും നിങ്ങൾ എഴുതിയാലും എല്ലാം ഒരേപോലെയാണ് വരിക. അപ്പൊ അതിന് എന്താന്ന് പറയാം? സെറ്റാണ് അല്ലെങ്കിൽ ഗണമാണ് എന്ന് പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാഹിത്യകാരൻ മുൻഷി പ്രേംചന്ദിന്റെ നോവലുകളുടെ കൂട്ടം, അതായത് മുൻഷി പ്രേംചന്ദ് ഏതൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കാൻ പറ്റും അല്ലെങ്കിൽ എടുത്തു നോക്കാൻ പറ്റും. ഇത്
ഈ നോവല് മുൻഷി പ്രേംചന്ദിന്റെ ആണോ അല്ലേ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിനെ എന്താ ഈ പറയാം, ഗണമായി പറയാം. ഇരട്ട പൂർണ്ണസംഖ്യകളുടെ കൂട്ടം, അതിനെ ഗണമായി പറയാൻ സാധിക്കുവോ? ഇരട്ട പൂർണ്ണസംഖ്യകളുടെ കൂട്ടം, അത് ഗണമായി പറയാൻ സാധിക്കും. ഇന്നത് ഉണ്ടോ ആ ഗണത്തില് എന്ന് നമുക്ക് പറയാൻ സാധിക്കും അല്ലെ. അപ്പൊ അതിന് ഗണമാണ് എന്ന് പറയാം. ഈ പാഠത്തിലെ ചോദ്യങ്ങളുടെ ശേഖരം, അതിനെ ഗണമായിട്ട് പറയാൻ സാധിക്കോ? ഈ പാഠത്തിലെ ചോദ്യങ്ങളുടെ ശേഖരം നമുക്ക് ഗണമായിട്ട് പറയാം. ഇന്ന ചോദ്യം ഈ പാഠത്തിലുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് അറിയാൻ സാധിക്കും അല്ലെ. നെക്സ്റ്റ് പറയൂ, ലോകത്തിലെ ഏറ്റവും അപകടകാരികളായ മൃഗങ്ങളുടെ കൂട്ടം, അത് പറയാൻ പറ്റുമോ? ഇല്ല. ചിലപ്പോ ചില മൃഗങ്ങള് അപകടകാരികളാവും, ചിലർക്ക് അപകടകാരികളാണെന്ന് തോന്നുന്നത് മറ്റുള്ളവർക്ക് അത് ആവണമെന്നില്ല അല്ലെ. അപ്പൊ അതിനെ ഗണമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A equal to set of all 1 2 3 4 5 6 എന്നിരിക്കട്ടെ. ചുവടെ പറയുന്നവയിൽ ബിലോങ്സ് ടു അല്ലെങ്കിൽ നോട്ട് ബിലോങ്സ് ടു, അംഗമാണ് അല്ലെങ്കിൽ അംഗമല്ല എന്നീ ചിഹ്നങ്ങളിൽ ഉചിതമായത് ചേർത്ത് ശരിയാകും വിധം പൂരിപ്പിക്കുക. ഇപ്പോ 5 ഈ സെറ്റിലുണ്ടോന്ന് എങ്ങനെ അറിയാ? 5 ഈ പറയുന്ന സെറ്റിലുണ്ടോന്ന് നോക്കുക. 5 ഉണ്ട് അല്ലെ. അപ്പൊ ഇതിന് ബിലോങ്സ് ടു എന്ന് പറയാം. 8 ഇതിലുണ്ടോ? ഇല്ല. അപ്പൊ 8 നോട്ട് ബിലോങ്സ് ടു എ എന്ന് പറയാം അല്ലെ. ഇനി നെക്സ്റ്റ് നോക്കൂ. 0 ഉണ്ടോ ഇതില്? ഈ ഒരു സെറ്റില് ഇല്ല. അപ്പൊ 0 നോട്ട് ബിലോങ്സ് ടു. ഇത് 4 ഉണ്ടോ? ബിലോങ്സ് ടു. 2 ഉണ്ടോ? 2 ബിലോങ്സ് ടു അല്ലേ. ഇനി അടുത്തത് എന്താണ്? 10 ഇതിലുണ്ടോ? ഇല്ല. 10 നോട്ട് ബിലോങ്സ് ടു. അപ്പൊ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കണോ? അതല്ല. നെക്സ്റ്റ്, ചുവടെ കൊടുത്തിരിക്കുന്ന ഗണങ്ങളെ പട്ടികാരീതിയിൽ എഴുതുക. എങ്ങനെയാണ് എഴുതുക? ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. A equal to set of all x such that x ഒരു പൂർണ്ണസംഖ്യ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7. -3യുടെയും 7ന്റെയും ഉള്ളിൽ വരുന്ന പൂർണ്ണസംഖ്യയാണ് നമുക്ക് പട്ടികാരീതിയിൽ എഴുതേണ്ടത്. പട്ടികാരീതി എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ബ്രേസസ് ഇട്ടോളൂ അല്ലെ. ബ്രേസസ് വരണം. പിന്നെ ഏതൊക്കെയാണ് അതിന്റെ ഉള്ളിൽ വരിക? -3 വരുമോ? ഇല്ല. -3 ഒരു പൂർണ്ണസംഖ്യ -3 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 7 എന്ന് പറഞ്ഞാൽ -3 വരില്ല അല്ലെ. -3 വരില്ല. -2 വരും. പിന്നെ എന്താണ്? -1 വരും, 0 വരും, 1 വരും, 2 വരും, 3 4 5 6 അത്രേ വരുള്ളൂ അല്ലെ. ഈ ബ്രേസസ് ഇവിടെ ഇടണം. അതായത് ഇങ്ങനെ നിങ്ങൾ എഴുതുമ്പോൾ എല്ലാം കൂടി എഴുതണ രീതിയിൽ നിങ്ങൾ അത് ഇങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. 5 6 മനസ്സിലായോ? അപ്പോൾ 6 വരെയുള്ളതേ വരുള്ളൂ. -3നെ ഇതിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല, കാരണം ഈക്വൽ ടു ഇല്ല ഇവിടെ. ഈക്വൽ ടു ഉണ്ടെച്ചെങ്കിലാണ് -3നെയും 7നെയും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. B equal to set of all x such that x ഒരു എണ്ണൽ സംഖ്യ x ലെസ് ദാൻ 6. എങ്ങനെയാണ് എഴുതുക? x ലെസ് ദാൻ 6 ആയ ഒരു എണ്ണൽ സംഖ്യ ഏതൊക്കെയാണ്? എണ്ണൽ സംഖ്യകൾ ഏതൊക്കെയാണ്? 1 2 3 4 അങ്ങനെ. അതിൽ 6ൽ കുറവായതാണ് എഴുതേണ്ടത്. അപ്പോൾ 1 2 3 4 5 വരെ പറയാൻ സാധിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. C equal to set of all x such that x അക്കങ്ങളുടെ തുക 8 ആകുന്ന ഒരു രണ്ടക്ക എണ്ണൽ സംഖ്യ. അതേതൊക്കെയാണ് വരിക? അതായത് അക്കങ്ങളുടെ തുക 8 ആവണം, രണ്ടക്കം ആവണം അല്ലെ. അപ്പൊ രണ്ടക്കം ആവുമ്പോ 1 വെച്ചിട്ടുള്ള ഒരെണ്ണം കൂടി വരണം. അപ്പൊ 1ഉം 7ഉം കൂട്ടിയാ 8 ആയി അല്ലെ. അപ്പൊ 17 പറ്റും. ഇനി 2ൽ ഏതൊക്കെ പറ്റും? 2 6 പറ്റും അല്ലെ. അപ്പൊ 26 പറ്റും. ഇനി 3ൽ എന്ത് വരും? 3 5 വരും, 4 4 വരും അല്ലെ, 5 3 വരും, 6 2 വരും, പിന്നെന്താണ്? 7 1 വരും. പിന്നെ എന്തെങ്കിലും വരുമോ? 8 0 വരും. എന്തുകൊണ്ടാ 0 8 വരാഞ്ഞത്?
രണ്ടക്ക സംഖ്യ ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 08 നമുക്ക് ഇവിടെ എഴുതാൻ പറ്റില്ല. ഇത് ഒരക്കമുള്ള സംഖ്യയല്ലേ. അപ്പൊ രണ്ടക്കമുള്ള സംഖ്യ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് 80 നമ്മൾ എഴുതി 08 എഴുതില്ല. മനസ്സിലായില്ലേ? അപ്പൊ എന്താണ് രണ്ടക്ക സംഖ്യകള്, രണ്ടക്ക എണ്ണൽ സംഖ്യകള്, അക്കങ്ങളുടെ തുക 8. എല്ലാത്തിലും അക്കങ്ങളുടെ തുക 8 വരും. അങ്ങനെയുള്ള സംഖ്യകളുടെ ഗണം എഴുതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് 60ന്റെ അഭാജ്യ ഘടകം. 60ന്റെ അഭാജ്യ ഘടകം എഴുതുമ്പോ ഏതൊക്കെ വരും നോക്കൂ. അഭാജ്യ ഘടകമാവണം അല്ലെ. 60ല് 2 പൂവും അല്ലെ. ആദ്യത്തെ അഭാജ്യ സംഖ്യ 2 ആണ്. അപ്പൊ 2 പൂവും. അപ്പൊ 2 എഴുതാം നമുക്ക്. പിന്നെ 3 പൂവോ? ഊവ്. അപ്പൊ 3 എഴുതാം. 4 അഭാജ്യ സംഖ്യ അല്ല. പിന്നത്തെ അഭാജ്യ സംഖ്യ ഏതാണ്? 2ഉം 3ഉം കഴിഞ്ഞ അഭാജ്യ സംഖ്യ 5 ആണ്. 5 പൂവില്ലേ? ഊവ്. അപ്പൊ 5 എഴുതാം. പിന്നത്തെ അഭാജ്യ സംഖ്യ എന്താണ്? 7 ആണ്. അത് പൂവോ? ഇല്ല. ഇനി പിന്നത്തെ ഏതാണ്? 11 ആണ്. അത് പൂവോ? ഇല്ല. അപ്പൊ ആകെ ഏത് വരും? 2, 3, 5 എന്നുള്ളത് മാത്രമേ വരുള്ളൂ 60ന്റെ അഭാജ്യ ഘടകം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇ ഈക്വൽ ടു ട്രിഗണോമെട്രി എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ ഗണം. അപ്പൊ നോക്കൂ, സെറ്റ് ഓഫ് ഓൾ എഴുതി. ഇനി എങ്ങനെയാ നമ്മള് പട്ടിക രീതിയിൽ എഴുതുക? ടി എഴുതണം, പിന്നെ ആർ എഴുതണം, പിന്നെ ഐ എഴുതണം അല്ലേ. പിന്നെ ജി എഴുതും, പിന്നെ ഒ എഴുതും, പിന്നെ എൻ എഴുതും. പിന്നെയും ഒരു ഒ വന്നാ നമ്മള് വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ എന്താ എഴുതുക? എം എഴുതണം, പിന്നെ ഇ എഴുതണം അല്ലേ. ഇ കഴിഞ്ഞ പിന്നെ ടി ആർ ആദ്യമേ വന്നു അല്ലെ. അപ്പൊ വീണ്ടും എഴുതേണ്ട ആവശ്യമില്ല. പിന്നെ വൈ എഴുതുക. അപ്പൊ ഇങ്ങനെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെറ്റർ എന്ന വാക്കിലെ അക്ഷരങ്ങളുടെ ഗണം. അതായത് ബെറ്റർ എന്ന വാക്കില് ബി ഉണ്ട്, ഇ ഉണ്ട്, ടി ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. പിന്നെ വീണ്ടും എഴുതണ്ട. പിന്നെ ഈ വരുന്നത് അത് എഴുതി കഴിഞ്ഞു. പിന്നെ എന്താണ്? 6. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ തന്നിരിക്കുന്ന ഗണങ്ങളെ നിബന്ധനാ രീതിയിൽ എഴുതുക. എങ്ങനെയാണ് നിബന്ധനാ രീതിയിൽ എഴുതുക? സെറ്റ് ഓഫ് ഓൾ 3, 6, 9, 12. അതായത് ഇത് എന്താണ്? ഇത് 3ന്റെ ഒരു ഗുണിതാണ് അല്ലെ. എത്രയില് താഴെയാവണം? 12 കൂടി വേണം അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ബിലോങ്സ് ടു എക്സ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? 3n എന്ന് എഴുതാം അല്ലെ. ഇനി എന്നിനുള്ള പ്രത്യേകത എന്താണ്? n എന്ന് പറയുന്നത് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് 4ഉം കൂടി നമുക്ക് കൊടുക്കാം. 4 × 3 12 വരും. 12 വരെ ഇവിടെ വരുന്നുണ്ട്. അപ്പൊ 4ഉം കൊടുക്കാം. അതുകൊണ്ടാണ് ഈക്വൽ ടു എന്ന് എഴുതിയത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നിബന്ധനാ രീതിയിൽ നമ്മൾ എഴുതുക? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 3n, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. അതായത് n ബിലോങ്സ് ടു n എന്നും കൂടി എഴുതണം. n ബിലോങ്സ് ടു n വേണം. അതായത് നാച്ചുറൽ നമ്പേഴ്സിലുള്ള n ആണ്. ഇനി ആ n-ന്റെ പ്രത്യേകത 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 എന്ന് എഴുതാം. അപ്പൊ ഇവിടെ ആൻഡ് എന്നും കൂടി എഴുതണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2, 4, 8, 16, 32. അതായത് ഇത് നോക്കൂ, എങ്ങനെയാണ് എഴുതുക? അതായത് ഇത് 2ന്റെ എക്സ്പോണൻഷ്യൽ ആണ് അല്ലെ. 2⁻1, 2⁻2, 2⁻3 അങ്ങനെയാണ്. അപ്പൊ സെറ്റ് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2⁻n. എന്താണ്? n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. പിന്നെ എന്താണ് അതിന്റെ പ്രത്യേകത? പിന്നെ എന്താണ്? 1ഉം പിന്നെ 2 ഏത് വരെ വരാം? 5 വരെ വരാം അല്ലെ. 1ഉം വരാം, 5 വരെ വരാം. അപ്പൊ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5.
ഇതാണ് നിബന്ധന രീതി. അപ്പൊ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 2 റേസ് ടു n, n ബിലോങ്സ് ടു n, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5. നെക്സ്റ്റ് 5, 25, 125. ഇത് എന്താണ്? 5ന്റെ വർഗങ്ങളാണ് അല്ലെ. 5, 5 സ്ക്വയർ, 5 ക്യൂബ്, 5 റേസ് ടു 4 അല്ലെ. അപ്പൊ എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു 5 റേസ് ടു n, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N അല്ലെ. കോമ ഇടണം ഇവിടെ. n ബിലോങ്സ് ടു ക്യാപിറ്റൽ N ആൻഡ് എന്താണ്? പിന്നെ എന്താണ് ഒരു കണ്ടീഷൻ ഉള്ളത്? n ഏത് വരെയാവാം? 4 വരെയാവാം അല്ലെ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ഇനി ബ്രേസസ് ക്ലോസ് ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. 2, 4, 6 എക്സിട്ര. ഇത് പറയുമ്പോ എങ്ങനെയാണ്? ഇത് അനന്തമായി പോണതാണ്, അനന്തഗണാണ്. അതായത് സംഖ്യകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എത്ര വരെ ഉണ്ടെന്ന് നമുക്ക് അറിയില്ല അല്ലെ. അപ്പൊ അതാണ് അനന്തഗണം. അപ്പം അതിനെ എങ്ങനെ നമ്മൾ പറയാം? എക്സ് സെറ്റ് ഓഫ്, അതിനെ നമുക്ക് ഇങ്ങനെയാണ് എഴുതാൻ സാധിക്കുക. എങ്ങനെയാണ്? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ആൻ ഈവൺ ഈവൺ നാച്ചുറൽ നമ്പർ. അതായത് എക്സ് ഒരു എന്താണെന്ന് പറയാം? എക്സ് ഈസ് ആൻ ഈവൺ നാച്ചുറൽ നമ്പർ. അതിനെ നമുക്ക് മലയാളത്തിൽ എങ്ങനെ പറയാം? എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു എന്താണ്? ഇരട്ട സംഖ്യ അല്ലെ. ഇരട്ട സംഖ്യ എന്ന് പറയാം. ഇനി നെക്സ്റ്റ് പറയണത് എന്താണ്? 1, 4, 9 എക്സിട്ര 100 വരെ. അപ്പൊ അതിനെ എങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കും? എക്സ് എന്ന് പറയണത് ഇതില് ഇത് വർഗങ്ങളാണ് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈക്വൽ ടു n സ്ക്വയർ, n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. പിന്നെന്താണ്? ആൻഡ് എന്നിന്റെ പിന്നത്തെ പ്രത്യേകത എന്താണ്? 1 തൊട്ട് 10 വരെ വരും അല്ലെ. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n, ലെസ് ദാൻ ഓർ ഈക്വൽ ടു 10 അല്ലെ. അപ്പൊ ഈ എന്നിന്റെ പ്രത്യേകതയാണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n. എന്നിന് കൊടുക്കാവുന്ന വാല്യൂസ് 1 തൊട്ട് 10 വരെ 1ഉം 10ഉം അടങ്ങണം എന്നുള്ള കണ്ടീഷനാണ് നമ്മൾ ഈ പറയുന്നത്. നെക്സ്റ്റ് പറയാം. അപ്പൊ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണോന്ന് എനിക്ക് അറിയില്ല. നിങ്ങളുടെ കമന്റ് വഴിയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ കൂടുതൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണസംഖ്യ, ഹാഫ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. ഇങ്ങനെ വരുമ്പോ നമ്മൾ എങ്ങനെയാണ് എഴുതുക? സോറി, ഒരു ക്വസ്റ്റ്യൻ നമ്മൾ വിട്ടു തോന്നുന്നു. നോക്കട്ടെ. ചുവടെ കൊടുത്തിരിക്കുന്ന ഗണങ്ങളെ പട്ടിക രീതിയിൽ എഴുതുക. സെറ്റ് ഓഫ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു ഒറ്റ എണ്ണൽ സംഖ്യ എന്ന് പറഞ്ഞാൽ ഒറ്റ എണ്ണൽ സംഖ്യ ഏതൊക്കെ ഉണ്ട്? 1, 3, 5, 7 അങ്ങനെ ഏതുവരെ പോവും? ഏതുവരെ പോവുന്ന നമുക്കറിയില്ല. അപ്പൊ എക്സിട്ര ഇട്ടിട്ട് പിന്നെ ബ്രേസസ് ക്ലോസ് ചെയ്യുക. അങ്ങനെയാണ് പട്ടിക രീതിയിൽ അനന്തഗണത്തിനെ എഴുതുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ബി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണസംഖ്യ, ഹാഫ് ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 9/2. ഇതെങ്ങനെ എഴുതാം? അതായത് എക്സ് ഒരു പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എക്സ് ഏതിൽ കുറവാവണം? 9/2 കുറവായ പൂർണ്ണ എണ്ണൽ സംഖ്യ. അപ്പൊ ഏതൊക്കെ വരും നോക്കൂ. ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ എഴുതണം അല്ലെ. ബി ഈക്വൽ ടു, അല്ലെങ്കിൽ സി ഈക്വൽ ടു, അല്ലെങ്കിൽ ഡി ഈക്വൽ ടു, ഏതെങ്കിലും ഒരു ക്യാപിറ്റൽ ലെറ്റർ എഴുതണം. അത് ഈക്വൽ ടു എന്തൊക്കെ വരാം?
0 വരാം അല്ലെ, 0 സ്ക്വയർ വരാം, 1 സ്ക്വയർ വരാം, പിന്നെ എന്താണ് 2 സ്ക്വയർ വരാം, പിന്നെ 3 സ്ക്വയർ വരാം, 3യും 4ഉം വരാം അല്ലെ, 3 4 0 1 2 3 4 വരാം അല്ലെ. 9/2 എന്ന് പറയുമ്പോ 4 വരാം. അതിനെക്കാട്ടും ചെറുതായിരിക്കണം എന്നല്ലേ പറഞ്ഞേക്കണേ. പൂർണ്ണസംഖ്യ ഹാഫിലും 9/2നും ഇടയിൽ വരണം. അപ്പൊ 0 1 2 3 4 വരും. നെക്സ്റ്റ്, സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു പൂർണ്ണസംഖ്യ എക്സ് സ്ക്വയർ ലെസ് ദാൻ 4. എക്സ് സ്ക്വയർ ലെസ് ദാൻ 4 ആവണ ഒരു പൂർണ്ണസംഖ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് വരും? സി ഈക്വൽ ടു അല്ലെ, ഇവിടെ സി ഈക്വൽ ടു ആണ് പറഞ്ഞേക്കണേ. അപ്പൊ അതിനെ തന്നെ എഴുതണം. പട്ടിക രീതി എന്ന് പറയുമ്പോൾ സി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എന്ത് വരും? -2 വരും, പിന്നെ എന്ത് വരും? -1 വരും, പിന്നെ 0 വരും, 1 വരും, 2 വരും. എന്തുകൊണ്ടാണ് അത് വരുന്നത്? -2ന്റെ സ്ക്വയർ 4 ആണ്. അപ്പൊ എക്സ് സ്ക്വയർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലേ. ഇനി -1ന്റെ സ്ക്വയർ എത്രയാണ്? 1 ആണ്. 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 അല്ലേ. അപ്പൊ ഓരോന്നും നോക്കുക ഇതില് അംഗമാണോ എന്ന്. അപ്പൊ ശരിയാണ്. അപ്പൊ സി എന്നുള്ളത് എന്തൊക്കെയാണ് വരിക? -2 -1 0 1 2 എന്നുള്ളത് വരും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഡി ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ലോയൽ എന്ന വാക്കില് ഒരക്ഷരം. അതായത് അപ്പൊ ഡിനെ എങ്ങനെ എഴുതുക? ഡി ഈക്വൽ ടു, ഇനി പട്ടിക രീതി എങ്ങനെയാണ് എഴുതുക? ലോയൽ എന്ന വാക്കില് ഒരു അക്ഷരമാണ്. അപ്പൊ സെറ്റ് ഓഫ് ഓൾ എക്സ്, സെറ്റ് ഓഫ് ഓൾ എന്താണ്? എൽ വരും, പിന്നെ എന്ത് വരും? ഓ വരും, പിന്നെ എന്ത് വരും? വൈ വരും, പിന്നെ എ വരും. പിന്നെ എൽ എഴുതേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഒരു പ്രാവശ്യമേ ഒരു ഗണത്തില് അതേ അംഗം തന്നെ കൂടുതൽ പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല. ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഒരു വർഷത്തിലെ 31 ദിവസങ്ങൾ ഇല്ലാത്ത ഒരു മാസം. അതേതൊക്കെയാണ് വരിക? ഇ എന്ന് പറയണത്. അപ്പൊ ഏത് സെറ്റ് ആണ് വരിക? ഇ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എന്ത് വരും? ഫെബ്രുവരി വരും, പിന്നെ എന്ത് വരും? ഏപ്രിൽ വരും, പിന്നെ എന്താ വരിക? ജൂൺ വരും അല്ലേ, സെപ്റ്റംബർ വരും, പിന്നെ എന്താണ്? നവംബറും വരും. അപ്പൊ ഏതൊക്കെയാണ് വരണേന്നുള്ളത് നമുക്ക് എഴുതാൻ സാധിക്കണം. പിന്നെ എഫ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് സച്ച് ദാറ്റ് എക്സ് ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കെ എന്ന അക്ഷരത്തിന് മുൻപ് വരുന്ന ഒരു വ്യഞ്ജനാക്ഷരം. അത് വരുമ്പോ എങ്ങനെയാണ് വരിക? എഫ് എന്ന് പറയണത് എന്തൊക്കെ വരും? സെറ്റ് ഓഫ് ഓൾ ഏതൊക്കെ വരും? ഇംഗ്ലീഷ് അക്ഷരമാലയിലെ കെ എന്ന അക്ഷരത്തിന് മുൻപ് വരുന്ന ഒരു വ്യഞ്ജനാക്ഷരം എന്നാണ് പറഞ്ഞേക്കണേ. അപ്പൊ ഏതൊക്കെ വരും? ബി വരും, സി വരും, ഡി വരും, എഫ് വരും, ജി വരും, എച്ച് വരും, ജെ വരും അല്ലെ. അതില് വവൽസ് ഒഴിവാക്കണം. വ്യഞ്ജനാക്ഷരാണ് പറഞ്ഞേക്കണേ. അതുകൊണ്ട് വവൽസ് ഒഴിവാക്കി ബാക്കിയുള്ളതാണ് നമ്മൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്ന പട്ടിക രീതിയിലുള്ള ഓരോ ഗണത്തെയും അതിന്റെ നിബന്ധന രീതിയിലുള്ള ഗണത്തോട് ചേരുംപടി ചേർക്കുക. 1 2 3 6 എന്നുള്ളത് ഇതിലെ ഏതാണ്? 6ന്റെ ഘടകമായ ഒരു എണ്ണൽ സംഖ്യയാണ് അല്ലെ. അപ്പൊ ഇതിന് സിനോട് ചേരുംപടി ചേർക്കാം. ഇനി 2 3 മാത്രാണ് ഇതിൽ വരുന്നത്. അപ്പൊ എന്താണ്? 2 3 എന്നുള്ളത് 6ന്റെ ഒരു അഭാജ്യ ഘടകം. അപ്പൊ എ എന്നുള്ളതാണ്. ഇനി അടുത്തത് എന്താണ്? മാത്തമാറ്റിക്സ് എന്ന വാക്കില് ഒരു അക്ഷരാണ്. ഇത് നമുക്ക് വേഗത്തിൽ അറിയാവുന്നതാണ്. ഇതിൽ ലെറ്റേഴ്സ് മാത്രമായ കാരണം. ഇനി ഇത് എന്താണ്? 1 3 5 7 9 എന്ന് പറഞ്ഞ എന്താണ്? 10നേക്കാൾ കുറവായ ഒരു ഒറ്റ എണ്ണൽ സംഖ്യ. അപ്പൊ 4ാമത്തെ ബിയുമായിട്ടാണ് യോജിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അത് പറയണം. എങ്കിൽ മാത്രമേ കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക്
കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ നമുക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുകയുള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.